ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി രോഹിത്തിൻ്റെ അടുത്തെത്തി സത്യാവസ്ഥ തിരക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. അലീന പറഞ്ഞ കാര്യങ്ങൾ മൊത്തമായിട്ടൊന്നും തള്ളിക്കളയാനും പറ്റുന്നില്ല, എന്നാൽ മോൻ അതുപോലെ ചെയ്യുമെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. അതൊരു അമ്മയുടെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് കേട്ടോ വൈജയന്തി. അങ്ങനെ രോഹിത്തിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീയും ഹരിയും കൂടി അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? അവൾക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വൈജയന്തിയുടെ മനസ്സിലാണെങ്കിൽ രോഹിത് ഇതൊക്കെ നിഷേധിക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷേ രോഹിത്തിൻ്റെ സത്യം അറിയാലോ, അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കാട്ടോ രോഹിത്ത്. അപ്പോൾ ഇത് കാണുമ്പോൾ വൈജയന്തിക്ക് ആകെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട് രോഹിത്തിനെ. ഇല്ലെന്ന് പറയടാ, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി അടിക്കുന്നത്. വൈജയന്തിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തം മകൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ സങ്കടവും ദേഷ്യവും നിസ്സഹായാവസ്ഥയും ഒക്കെ ഉണ്ട് കേട്ടോ വൈജയന്തിയുടെ മുഖത്ത്. അങ്ങനെ രോഹിത്തിനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. എന്നിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, എൻ്റെ മോൻ ഇങ്ങനെ ഒരാളായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഒരമ്മ എന്ന നിലയിൽ താനൊരു പരാജയമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരുന്നു കേട്ടോ വൈജയന്തിക്ക്. അത് വൈജയന്തിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. മാത്രമല്ല അലീനയുടെ മുന്നിൽ താൻ തോറ്റുപോയല്ലോ എന്നൊരു സങ്കടവും ഉണ്ട് വൈജയന്തിക്ക്. അതുവരെ വൈജയന്തി വിശ്വസിച്ചിരുന്നത് അലീന കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി ബാലേന്ദ്രനെ വിശ്വസിപ്പിച്ചു എന്നാണ്. പക്ഷെ അതൊക്കെ സത്യമായിരുന്നു എന്ന് തോന്നിയപ്പോൾ വൈജയന്തിക്ക് അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇതിനുശേഷം വൈജയന്തി അലീനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പരാജയപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ വൈജയന്തി ഇരിക്കുന്നത്. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, എനിക്ക് അവരോടൊന്നും മത്സരിച്ച് എതിർത്ത് നിൽക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നീ തോറ്റു തരണം. നീ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോകണം. നീ വന്നതിൽ പിന്നെ എൻ്റെ ഈ കുടുംബം കലങ്ങാൻ തുടങ്ങിയത്. ഞാൻ അന്നേ പറഞ്ഞതാ ബാലേന്ദ്രനോട്, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് ഇതുപോലെയുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കൊണ്ടുവരരുതെന്ന്. അന്ന് എൻ്റെ വാക്ക് ആരും കേട്ടില്ല. ഇപ്പം എന്തായി? അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അപ്പോഴും മേഡം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. മകൻ ചെയ്ത തെറ്റ് മേഡം കാണുന്നില്ലേ? മേഡത്തിന് എന്നെ ആദ്യമേ തൊട്ടിഷ്ടമല്ല, അതുകൊണ്ടാണ് ആ കുറ്റവും എൻ്റെ തലയിലെത്തിക്കുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അതെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്നോട് ചോദിക്കാതെയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്നെ എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കുമ്പോൾ ചെറിയൊരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാ. അവനവൻ്റെ മുൻകാലത്ത് അവനവൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്ക് വൈജയന്തിയുടെ പാസ്റ്റൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ അലീനയ്ക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതോടുകൂടി അങ്ങനെ അലീന റൂമിൽ വന്നിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. തൻ്റെ അവസ്ഥ ആലോചിച്ചും അതുപോലെ തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അലീനയ്ക്ക്. ഈ കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്കുട്ടി വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ അലീന. രേവതിക്കുട്ടിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി ചേച്ചി അവിടെ നിൽക്കണ്ട. ആ വീട് ചേച്ചിക്ക് പറ്റിയതല്ല. അവരൊരു അമ്മയാണോ? അവർക്ക് അമ്മയാവാനുള്ള അർഹതയുണ്ടോ? എന്തിനാ ചേച്ചി അവർ പറയുന്നതൊക്കെ കേട്ട് അവിടെ നിന്നേ? അവരോട് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ ചേച്ചി ആരാന്നുള്ളത്? അവരറിയട്ടെ 10-22 വർഷം മുമ്പ് അവർ വലിച്ചെറിഞ്ഞ മോളാണ് ചേച്ചിയെന്ന്. അതോടുകൂടി അവരുടെ കുടുംബം തകരാണെങ്കിൽ തകർന്നോട്ടെ എന്ന് വിചാരിക്കായിരുന്നില്ലേ ചേച്ചിക്ക്? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചേച്ചി എന്തിനാ ഇവർക്കൊക്കെ വേണ്ടി വിഷമിക്കുന്നത്? ഇനി മതി ചേച്ചി, ഇനി അവിടെ നിൽക്കണ്ട. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്കും ഇവിടുത്തെ ജീവിതം ഏതാണ്ട് മതിയായി മോളെ. ഇനിയും എനിക്കും ഇവിടെ നിൽക്കണമെന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. എന്തായാലും മനുവേട്ടനോടും കൂടി പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം അലീന ബാലേന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിനി ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സത്യങ്ങളൊക്കെ ഇതിനോടകം സാർ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. ഇപ്പോൾ മേഡത്തിനും അറിയാം കാര്യങ്ങളൊക്കെ. മേഡം എന്നോട് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. എനിക്കും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനിയും ഞാനിവിടെ തുടർന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സാറിന് ഒരു മനസ്സമാധാനം കിട്ടില്ല. സാറ് വളരെ നല്ല മനുഷ്യനാണ്, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട 2 ദേവദൂതന്മാരാണ് സാറും മനുവേട്ടനും. ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സാർ. ഇനിയും എനിക്കിവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ. നീ എത്ര പ്രഷറിലാണ് ഇവിടെ നിൽക്കുന്നതെന്നും എനിക്കറിയാം. നിന്നോട് എന്താ പറയണ്ടേന്ന് എനിക്കറിയുന്നില്ല. നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും എനിക്കറിയില്ല. എൻ്റെ മകൻ നിന്നോട് ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. അതിനേ എനിക്ക് കഴിയൂ. ഇത് കേൾക്കുമ്പോൾ അലീന പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അവളെങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ പാടുപെടുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിന്നെ എൻ്റെ ഒരു മോളെ പോലെ കണ്ടിട്ടുള്ളൂ. ആ കരുതൽ എന്നും ഉണ്ടാവും. നിനക്കിനി ഇവിടെ തുടരാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും മനുവായിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം.
അങ്ങനെ ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ ഫോണിലെ കോൾ റെക്കോർഡിങ്സ് ഒന്നുകൂടി തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ ബാലേന്ദ്രന് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കോൾ റെക്കോർഡിങ്സ് ഒന്നും കൂടി നോക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ഈ കോൾ റെക്കോർഡിങ്സ് ഓണാക്കി നോക്കുന്നുണ്ട്. അതിൽ രേവതിക്കുട്ടിയും അലീനയുമായിട്ടുള്ള സംഭാഷണം കേൾക്കുന്നുണ്ട് കേട്ടോ. അതിൽ രേവതിക്കുട്ടി പറയുന്നുണ്ട്, 10-22 വർഷം മുമ്പ് അവർ വലിച്ചെറിഞ്ഞ മോളാണ് ചേച്ചിയെന്ന് അവരറിയട്ടെ ചേച്ചി. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അതുവരെ ബാലേന്ദ്രന് ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി ബാലേന്ദ്രന് ഒരു കാര്യം വ്യക്തമായി, അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം. ആ സത്യം ബാലേന്ദ്രന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം ബാലേന്ദ്രൻ വൈജയന്തി അത്രമാത്രം സ്നേഹിച്ചിരുന്നു, അത്രമാത്രം ആഗ്രഹിച്ച് കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയാണ് വൈജയന്തി. അവൾക്ക് ഇങ്ങനെ ഒരു പാസ്റ്റുള്ള കാര്യം ബാലേന്ദ്രൻ അറിഞ്ഞിട്ട് പോലുമില്ല. എല്ലാവരും കൂടി തന്നെ ചതിക്കുകയായിരുന്നോ എന്നുള്ളൊരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട് കേട്ടോ ബാലേന്ദ്രന്. ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്ന സകല സാധനങ്ങളും വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. കസേര ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. എങ്ങനെയാണ് തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ബാലേന്ദ്രൻ അറിയുന്നില്ല. റൂമിലുള്ള ഈ തട്ടലും മുട്ടലൊക്കെ അലീനയും കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ സംഭവം എന്ന് അലീനയ്ക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ ആകെ തകർന്ന അവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വശത്ത് വൈജയന്തിയോടുള്ള ദേഷ്യവും വെറുപ്പും, മറുവശത്താണെങ്കിൽ അലീനയോടുള്ള സഹതാപം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ ബാലേന്ദ്രൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്